ഹലോ, ഇന്ന് നമുക്കൊരു ഗെറ്റടി വിത്ത് മീ ആയാലോ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. പുറത്തേക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് എത്ര ഇരുന്നാലും നമുക്ക് ചെന്ന് അലമാരി തുറന്ന് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കില്ലേ? അങ്ങനെ നിന്നിട്ട് ഒടുവിൽ ഞാൻ സെലക്ട് ചെയ്തൊരു കോസ്റ്റ്യൂമാണിത്. കൊള്ളാമോ ഗൈസ്? കൊള്ളാം. ഇപ്പം വീണാനെ. അപ്പം ഇതിനി മറ്റേ ചേച്ചി പറഞ്ഞു വെച്ചാൽ ഇതിന് ഞാനിനിയിപ്പോൾ എന്താ വിയർ ചെയ്യുക? മതിമോൾ ചേച്ചിയില്ലേ, പുള്ളിക്കാരിയുടെ അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത് കൊള്ളാട്ടോ, ഇതിൻ്റെ കൂടെ ഞാൻ ഇതാണ് വിയർ ചെയ്തെന്നൊക്കെ പറയാൻ കേൾക്കാൻ രസമല്ല. അതുപോലെ ഞാൻ ഇന്ന് ഇതിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു വളയും കൊള്ളാമല്ലേ, പിന്നെ ജസ്റ്റ് ഒരു കല്ലിൻ്റെ ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റും. മാച്ചാണോ? പക്ഷെ കമ്മൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മുടി അഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കമ്മൽ തറയിൽ പോയി ഗായ്സ്. ഈ കമ്മൽ മാച്ചാവോ? ഇട്ട് നോക്കാമല്ലേ? അത് പേളാണോ? നല്ല ഓക്കെ, ഇങ്ങനെയുണ്ട് ഗായ്സ്, കൊള്ളാമോ? പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. മേക്കപ്പ് മീൻസ് നിങ്ങൾ ഇത് തന്നെ കളിയാക്കും. ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. മുഖത്ത് ഞാനൊന്നും അപ്ലൈ ചെയ്യാറില്ല. മോയ്സ്ചറൈസിങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഡോക്ടർ സജസ്റ്റ് ചെയ്ത മാക്സ് റിച്ചിൻ്റെ ഒരു സംഭവമാണ്. എനിക്ക് വേറെ മേക്കപ്പ് സാധനങ്ങളൊന്നും പറ്റില്ല. സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് രണ്ടുമാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സിലുള്ളത്. അതായത് നമ്മുടെ മാക്സ് റിച്ചിൻ്റെ YU ഡെയിലി യൂസ് ക്രീം, അത് നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ ലാഷീൽഡിൻ്റെ SPF 50. ഇത് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് യൂസൊന്നും ചെയ്യില്ല കേട്ടോ. വല്ലപ്പോഴും എനിക്ക് തോന്നും നല്ല വെയിലത്തിറങ്ങുമ്പോൾ മാത്രമേ. എനിക്ക് ആ മടിയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ. പെട്ടെന്ന് ലിപ്സ്റ്റിക്ക് വിട്ടങ്ങ് ഇറങ്ങും. കണ്ണൊന്നും എഴുതിയിട്ടില്ല, ഞാൻ കണ്ണൊന്നും എഴുതാറില്ല. അപ്പം എങ്ങനെ മൊത്തത്തിലുള്ള ഫിറ്റ് ഓക്കെ ആണോ? സുന്ദരിയായോ? പോകാമോ? അപ്പം എങ്ങോട്ട് പോകും? പോവാം, ഒന്ന് കറങ്ങിച്ചൊക്കെ വരാം. ബൈ. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ, കൊള്ളത്തിലേലും കമൻറ്റ് ചെയ്യണം കേട്ടോ.